സ്വന്തം ഇബ്രാഹിം മജീദ്, സൈക്കോളജിസ്റ്റ് ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റ് ആണ്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നലെ എനിക്കൊരാൾ ചോദിച്ചിട്ടുള്ളൊരു സംശയമായിരുന്നു. അപ്പം അത് നിങ്ങൾക്ക് കൂടെ അറിയട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറെ അദ്ദേഹം ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളതാണ്. ഭയങ്കര അഗ്രസീവാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്നു, അതുപോലെ തന്നെ പെട്ടെന്ന് സങ്കടങ്ങളും വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്യാരക്ടർ കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ എന്നിരുന്നാൽ പോലും പല പഠനങ്ങളും പറയുന്നത് ഒരു ബേസിക് ക്യാരക്ടർ നമ്മളുടെ ഏജ് ടു ഏജ്, ഒരു ചെറിയ ഏജ് മുതൽ തന്നെ അതിങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. പിന്നെ നമുക്ക് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്നുള്ള തിയറിയൊക്കെ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ക്യാരക്ടറിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഭയങ്കര ദേഷ്യവും ഭയങ്കര അഗ്രസീവൊക്കെ ഉള്ളത് നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്, തെറാപ്പികളുണ്ട്, അതിൻ്റെ ഡിഫറെൻറ്റ് വേ ഓഫ് തിങ്കിങ്, നമ്മൾക്ക് ഏത് രീതിയിലാണ് നമ്മൾ തോട്ടിനെ കൺവേർട്ട് ചെയ്യേണ്ടത്, അതൊരു ഓൾട്ടർനേറ്റീവ് തോട്ടിലോട്ടേക്കുള്ള ചേഞ്ചസ്, അങ്ങനെയുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ ത്രൂ നമ്മൾ പോകുന്ന സമയത്തും അതിനാവശ്യമായിട്ടുള്ള മറ്റ് എലമെൻസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ക്യാരക്ടറിനെ ഏറെക്കുറെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് സത്യമാണ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ നമ്മളിപ്പോഴും പറയാറില്ലേ, അതൊക്കെ തന്നെ നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പം നിങ്ങളുടെ ക്യാരക്ടർ തീർച്ചയായിട്ടും മാറ്റിയെടുക്കാം. ആരെങ്കിലും ഭയങ്കര ദേഷ്യവും വാശിയും സങ്കടങ്ങളൊക്കെ വരുന്നുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.